എറണാകുളം പാരിയത്തുകാവ് ഉന്നതി കുടിയൊഴിപ്പിക്കൽ നടപടിയിൽ ഇടപെട്ട ആഭ്യന്തരമന്ത്രി നടപടിയിൽ നിന്നും പിന്മാറണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. ശരീരത്തിൽ മണ്ണെണ്ണയും ഡീസലും ഒഴിച്ച് വീട്ടുകാർ വൻ പ്രതിഷേധമാണ് ഉയർത്തിയത്. ഇതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംഭവസ്ഥലത്ത് നിന്നും VS അനു ചേരുന്നുണ്ട്. അനു, ഇപ്പോൾ ആഭ്യന്തരമന്ത്രി കൂടി കുടിയൊഴിപ്പിക്കൽ നടപടിയിൽ ഇടപെട്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഏതായാലും ആ നടപടികൾ നിർത്തിവെക്കാനാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി DGP റവാഡ ചന്ദ്രശേഖരനോടാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. സ്വാഭാവികമായും DGP ഇനി മധ്യമേഖല IGക്കോ അല്ലെങ്കിൽ എറണാകുളം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കോ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകും. ഏതായാലും പ്രത്യേകിച്ച് ഈ കുടുംബങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ, പക്ഷേ പോലീസിന്റെയും റവന്യൂ വകുപ്പിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട വിശദീകരണം അവർ പറയുന്നത് ഇതിനുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട് എന്നുള്ളത്. പക്ഷേ സുപ്രീം കോടതി ഉത്തരവുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ക്രമസമാധാന പ്രശ്നമായി മാറിയ സാഹചര്യത്തിലാണ് വിഷയത്തിൽ താൽക്കാലികമായെങ്കിലും ഈ പോലീസിന്റെ നടപടി നിർത്തിവെക്കാൻ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ കുടുംബങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം എപ്പോഴായിരിക്കും ലഭിക്കുക? കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്, കോടതി ഉത്തരവുള്ള വിഷയമാണ്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ വേണമെങ്കിൽ അത് കോടതിയിൽ നിന്ന് തന്നെ വേണം. പോലീസിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഈ പറയുന്ന സർക്കാരിനെ സംബന്ധിച്ചോ അതിനെ മറികടന്ന് ഒരു തീരുമാനത്തിലേക്ക് പോകാൻ വേണ്ടി കഴിയില്ല. സ്വാഭാവികമായും ഇനി ഒരുപക്ഷെ സർക്കാർ ഇടപെട്ടുകൊണ്ട് ഈ വാദിയെയും പ്രതിഭാഗങ്ങളെയും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ സംസാരിപ്പിക്കുകയോ അത് കോടതിയെ അറിയിക്കുകയോ ചെയ്തുകൊണ്ടുള്ള ഒരു ഇടപെടൽ മാത്രമേ ഇതൊരു പ്രശ്നപരിഹാരത്തിലേക്ക് പോകൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ 15ാമത്തെ തവണയാണ് ഈ തരത്തിൽ ഈ 7 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി നടപടികൾ പോലീസിന്റെയും റവന്യൂ അധികൃതരുടെയും ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഈ 2 അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിലുള്ള ഒരു അതിർത്തി അല്ലെങ്കിൽ ഈ വസ്തു സംബന്ധമായ തർക്കവും അതുമായി ബന്ധപ്പെട്ട കേസും ഇന്ത്യയിൽ തന്നെ പരമോന്നത കോടതിയിൽ നിന്നുള്ള ഒരു വിധിയും കൂടി ഉണ്ട്. അതുകൊണ്ട് ഇത് എത്രമേൽ ഈ കുടുംബത്തിന് അനുകൂലമായി വരുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ പറയാൻ വേണ്ടി കഴിയില്ല. ഏതായാലും താൽക്കാലികമായെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുൻനിർത്തിക്കൊണ്ട് പോലീസ് നടപടി നിർത്തിവെക്കാനാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശരി, അനുവാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മോടൊപ്പം സൈഫുന്നിസ ചേരുന്നുണ്ട്. സൈഫുന്നിസ, ഇപ്പോൾ ആഭ്യന്തരമന്ത്രി ഇടപെട്ട് കുടിയൊഴിപ്പിക്കൽ നടപടി താൽക്കാലികമായെങ്കിലും നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് വരുന്നത്. പോലീസ് അവിടെ നിന്ന് പിന്മാറിയോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പോലീസ് പിന്മാറിയിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശം വന്നതിന് പിന്നാലെ ഇപ്പോൾ പോലീസ് ഇവിടെ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. പക്ഷേ പ്രദേശവാസികൾ വലിയ പ്രതിഷേധത്തിലാണ് ഉള്ളത്. പ്രദേശവാസികളെ രാവിലെ മുതൽ ഇവർ പലതവണയായി അഭിഭാഷക കമ്മീഷനോട് ആവശ്യപ്പെടുകയായിരുന്നു. ഇന്ന് ഇത്തരം നടപടികൾ പാടില്ല, കാരണം മന്ത്രിയെ MLA കണ്ട് ഈ വിഷയം ധരിപ്പിക്കാനുള്ള സാവകാശമെങ്കിലും തരണം എന്നുള്ള ആവശ്യം ഇവർ ഉന്നയിച്ചിരുന്നു. പക്ഷെ അതൊന്നും അംഗീകരിക്കാൻ തയ്യാറായില്ല. ഉച്ചയ്ക്കായി ഭക്ഷണത്തിനായി പലരും പിരിഞ്ഞ സമയത്താണ് അപ്രതീക്ഷിതമായി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഉണ്ടാവുകയും പിന്നീട് പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തത്. ജലപീരങ്കി പ്രയോഗിച്ചതോടുകൂടി പലരും ചിതറി ഓടുകയും അതേ തുടർന്ന് പോലീസ് അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു. പിന്നീട് വീട്ടിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം നടത്തുകയും ഈ പ്രദേശവാസികളെല്ലാം തന്നെ, വീട്ടുകാരെല്ലാവരും തന്നെ പ്രതിരോധം സൃഷ്ടിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് പിന്നീട് ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ കൂടി വന്നപ്പോൾ പോലീസ് പിൻവാങ്ങിയിരിക്കുന്നത്. പക്ഷേ ഒരു ഏകപക്ഷീയമായ നടപടിയാണ്, കാരണം ഒരു സാവകാശവും ഇവർക്ക് നൽകാതെയാണ് ഇത്തരം നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം മറ്റൊരു സ്ഥലം കണ്ടെത്തുകയോ അതല്ലെങ്കിൽ അവിടേക്ക് മാറ്റി പാർപ്പിക്കുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ആശ്രയം നൽകുമോ എന്നുള്ള രീതിയിലുള്ള ഒരു ഉറപ്പും ലഭിക്കാതെ ഇവരുടെ ആവശ്യങ്ങളിലൊന്നും തന്നെ ഒരു രീതിയിലുള്ള ചർച്ചകളും നടത്താതിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അഭിഭാഷക കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. അഭിഭാഷക കമ്മീഷൻ നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് ഈ രീതിയിൽ ഇടപെടൽ നടത്തിയത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് ഇപ്പോൾ അത് ഇടയാക്കിയിരിക്കുന്നത്. കാരണം പ്രദേശവാസികൾ നേരത്തെ മുതൽ തന്നെ പ്രതിരോധം തീർക്കുകയും ഡീസലടക്കം ദേഹത്തൊഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കുകയൊക്കെ ചെയ്തിരുന്നു. അതേ തുടർന്ന് പോലീസ് പിൻവാങ്ങിയിരുന്നു. പക്ഷേ പിന്നീട് പോലീസ് വീടിന്റെ പരിസരങ്ങളിലേക്ക് തള്ളിക്കയറുകയും അവിടെ വീട്ടിലേക്ക് കയറി നോട്ടീസ് ഒട്ടിക്കുക അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാൻ
കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഒരു ആഭ്യന്തരമന്ത്രിയുടെ ഒരു നിർദ്ദേശം വന്നതിന് പിന്നാലെ ഇപ്പോൾ പോലീസ് പിൻവാങ്ങിയിരിക്കുകയാണ്. പോലീസ് ജീപ്പുകൾ ഇവിടെ നിന്ന് മടങ്ങുകയാണ്. പക്ഷേ ഈ പ്രദേശവാസികൾ ഇപ്പോഴും വലിയ രോഷത്തിൽ തന്നെയാണുള്ളത്. സൈഫുന്നിസ, ഇപ്പോൾ പോലീസുകാർ അവിടെ നിന്ന് പിൻവാങ്ങിയെങ്കിലും ഒരു സാവകാശവും അവിടുത്തെ ഉന്നതിയിലെ കുടുംബങ്ങൾക്ക് നൽകാതെ, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പും നൽകാതെയാണ് ഇവർ എത്തി ഇത്രയും വലിയൊരു ജലപീരങ്കി പ്രയോഗം അടക്കം അവിടെ നടത്തിയത്. ഈ പോലീസ് പിൻവാങ്ങിയെങ്കിൽ പോലും ഉന്നതിയിലെ കുടുംബങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ്? അവർ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഈ നടപടിയിൽ നിന്ന് പിന്മാറണം എന്നുള്ളത് തന്നെയാണ്. കാരണം അവർ പൂർവികരായി മുതൽ ജീവിച്ച് ഇരിക്കുന്ന അവരുടെ അടക്കം ചെയ്തിരിക്കുന്ന മണ്ണാണ് ഇത്. അതുകൊണ്ട് തന്നെ അവിടെ തന്നെ ജീവിച്ച് മരിക്കാനുള്ള അവകാശം വേണമെന്നുള്ളതാണ് ആ പ്രദേശവാസികളുടെ ആവശ്യം. അതല്ല സ്ഥലം ഏറ്റെടുത്തേ മതിയാകുമെങ്കിൽ അങ്ങനെ പകരം ഒരു സ്ഥലം കണ്ടെത്തുക പോലും ചെയ്തിട്ടില്ല. ഇത് കൂടാതെ തന്നെ പെരിയാർ വാലി കനാലിന്റെ തൊട്ട് ചേർന്നുള്ള സ്ഥലമാണ്. അത് പുറമ്പോക്ക് ഭൂമിയാണെന്നാണ് ഇവർ ആരോപിക്കുന്നത്. പുറമ്പോക്ക് ഭൂമിയിലാണ് കിടക്കുന്നത്. അത് കുടിയൊഴിപ്പിക്കാൻ ആർക്കാണ് അവകാശം? അത്തരം രീതിയിലുള്ള ഒരു നടപടിയും പാടില്ല. ഈ നിലവിലെ സ്ഥലത്ത് കൃത്യമായ സർവേ നടത്തണം. ആ സർവേ പ്രകാരം മാത്രമേ കുടിയൊഴിപ്പിക്കലിന്റെ നടപടികളിൽ മുന്നോട്ട് പോകാവുള്ളൂ. കാരണം നിലവിലുള്ള സ്ഥലങ്ങളിൽ എത്ര സർക്കാരിന്റെ പുറമ്പോക്ക് ഭൂമിയാണ്, എത്ര സ്വകാര്യ വ്യക്തിയുടേതാണ് എന്നുള്ള കണക്ക് പോലും കമ്മീഷന്റെ കയ്യിലില്ല. പിന്നീട് എങ്ങനെയാണ് ഈ രീതിയിൽ ഒഴിപ്പിക്കൽ നടപടികൾ നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്നത്. എന്തായാലും നിലവിൽ പോലീസ് പിൻവാങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഈ സംഘർഷത്തിൽ പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. അവരെ ആശുപത്രിയിലടക്കം കൊണ്ടുപോകുന്ന നടപടികളൊക്കെ നടക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇനി വരും ദിവസങ്ങളിലും ഈ പ്രദേശവാസികളുടെ ഭാഗത്തുനിന്നുണ്ടാവും. കാരണം ഏകപക്ഷീയമായൊരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് പലവട്ടമായി കുടിയൊഴിപ്പിക്കൽ ശ്രമം നടന്നത്. ഇനി എന്തായിരിക്കും അപ്പോൾ ഭാവിയിൽ അല്ലെങ്കിൽ ശേഷം പോലീസ് ചെയ്യുക? അതായത് ഈ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണ് എന്നാരോപിച്ച് സ്വകാര്യ വ്യക്തിയാണ് ഈ കേസ് ഫയൽ ചെയ്തത്. അതേ തുടർന്ന് ഹൈക്കോടതി ഈ സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായി വിധി പറയുകയായിരുന്നു. തുടർന്ന് ഈ പ്രദേശവാസികൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. സുപ്രീം കോടതി സമീപിച്ചപ്പോഴും ഹൈക്കോടതി വിധി ശരിവെക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത്. കൃത്യമായി ഇവരുടെ ഹർജിയിൽ വാദം നടന്നില്ല എന്നാണ് ഇവർ ആരോപിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ നടപടി അവരുടെ ഭാഗം കേൾക്കാതെയുള്ളതാണ് എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഈ പ്രദേശവാസികളുടെ ആവശ്യങ്ങൾ, ന്യായമായ ചില ആവശ്യങ്ങൾ പരിഗണിക്കാതെയുള്ള ഒരു നടപടിയാണ് ഈ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളത് ആണ് വസ്തുത. കാരണം ഈ കുട്ടികളും പ്രായമായവരും വളർത്തുമൃഗങ്ങളും അടക്കമുള്ളവ ഉള്ളിടത്തേക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് തള്ളിക്കയറി അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുമ്പോൾ ഇവരൊക്കെ എങ്ങനെ പോകും, എങ്ങോട്ട് പോകും എന്നുള്ള കാര്യങ്ങളടക്കം എന്താണ് എന്നുള്ളതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അക്കാര്യങ്ങളിലൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ ഇടപെടലുകളോ നിർദ്ദേശങ്ങളോ ഒന്നും വരികയും ചെയ്തിട്ടില്ല. പക്ഷേ ജുഡീഷ്യൽ കമ്മീഷൻ പറയുന്നത് അവർക്ക് ലൈഫ് മിഷൻ വഴി വീടിന് അപേക്ഷിക്കാം, സർക്കാരിനെ സമീപിക്കാം എന്നുള്ളതൊക്കെയായിരുന്നു. പക്ഷേ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ എങ്ങോട്ട് പോകും, ആ താൽക്കാലികമായെങ്കിൽ അവരുടെ ഒരു പാർപ്പിടം എവിടെയായിരിക്കും എന്നുള്ളത് സംബന്ധിച്ചുള്ള ആശങ്ക അവർക്കുണ്ട്. കാരണം 6-7 അംഗങ്ങളുള്ള വീടുകൾ വരെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും പേരെ എവിടെ കൊണ്ടുപോയി താമസിപ്പിക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നത് കൊണ്ടാണ് ആ രീതിയിൽ ഇവർ ഇത് പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ് സാധ്യത. ഇവരുടെ പുനരധിവാസം സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ? പുനരധിവാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കാരണം പുനരധിവാസം സംബന്ധിച്ച കാര്യങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇടപെടലുകളോ ചർച്ചകളോ ഒന്നും നിലവിൽ നടന്നിട്ടില്ല. ഈ PV ശ്രീനിജൻ MLA ആയിരുന്ന കാലത്ത് ഇവരുടെ സമരങ്ങളിലെല്ലാം സജീവമായി PV ശ്രീനിജൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ MLA ഇപ്പോൾ VP സജീന്ദ്രനാണ്. പക്ഷേ ഇവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള ഒരു സമയമൊന്നും ഈ നിലവിലെ സർക്കാർ കയറിയിട്ട് അതിന് കിട്ടിയിട്ടില്ല. കാരണം ഇവർ ഈ വിഷയത്തിൽ MLA അടക്കം കാണാനോ സംസാരിക്കാനോ ഉള്ള അവകാശം ഇവർക്ക് ലഭിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഇത്തരം നടപടികളിലേക്ക് കടക്കരുത് എന്നുള്ളതായിരുന്നു രാവിലെ മുതൽ ഇവർ ആവശ്യപ്പെട്ടിരുന്നത്. പ്രായമായവർ മുതൽ പോലീസുകാരോടും തിരിച്ചു പോകണം, കാരണം ഞങ്ങൾക്കൊരു സാവകാശം വേണമെന്നുള്ളതായിരുന്നു ഇവർ ആവശ്യപ്പെട്ടിരുന്നത്. പുതിയ സർക്കാർ വന്നിരിക്കുന്ന ഘട്ടത്തിൽ പുതിയ സർക്കാരിനോട് സംസാരിക്കാനുള്ള സമയം വേണമെന്നുള്ളതായിരുന്നു. പക്ഷെ ആ സമയം നൽകാതെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഒരു ഏതെങ്കിലും തരത്തിൽ പുതിയൊരു സ്ഥലം, താമസമോ അല്ലെങ്കിൽ ഒരു ആശ്രയമോ ഒന്നും ലഭിക്കാതെ ഇറങ്ങാനാകില്ല എന്നുള്ളതായിരുന്നു ഇവരുടെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ പ്രതിഷേധം, ഇവർ പ്രതിരോധം തീർത്ത് തന്നെ നിൽക്കുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തുനിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ്. സൈഫുന്നിസ, ഈ പാരിയത്തുകാവിലുണ്ടായ ഈ ഭൂമി തർക്കവും അതിന്റെ നിയമ നടപടികളും അങ്ങനെ ഒരു 14 തവണയായി അവിടെ കുടിയൊഴിപ്പിക്കൽ ശ്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഒരു ചരിത്രം എങ്ങനെയാണ്?
ഈ വർഷങ്ങളായി, അതായത് 40 വർഷത്തോളമായി ഇതിന്റെ നിയമ നടപടികളൊക്കെ നടക്കുന്നു. 40 വർഷത്തോളമായി ഈ സ്വകാര്യ വ്യക്തി അവരുടെ ഭൂമിയാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നിയമ നടപടികൾ നടത്തുന്നു. പക്ഷെ 2023 സെപ്റ്റംബറിലാണ് ഈ സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായ ഒരു വിധി ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായത്. പിന്നീട് സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്തതാണ്. ഇതിന് പിന്നാലെയാണ് ഈ പെരുമ്പാവൂർ കോടതിയുടെ കീഴിൽ ഒരു അഭിഭാഷക കമ്മീഷനെ നിയോഗിക്കുകയും അഭിഭാഷക കമ്മീഷനോട് ഈ 8 കുടുംബങ്ങളെ ഒഴിപ്പിച്ച് ഈ സ്ഥലം ഏറ്റെടുക്കാനായി നിർദ്ദേശം നൽകുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 3 വർഷത്തോളമായി 14 തവണ, ഈ 3 വർഷത്തിനിടയ്ക്ക് ഇത് 14 തവണ ഇവർ ഇവിടെ വന്ന് തിരിച്ചുപോയി. പ്രതിഷേധം കാരണം ഇത് 15ാം തവണയാണ് ഇവിടെ എത്തിയത്. ഇത്തവണ എന്തായാലും ഒഴിപ്പിക്കും എന്നുള്ള ഇവർ പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് പ്രദേശവാസികളുടെ ഒരു സമരം ശക്തമായതിനെ തുടർന്ന് ഇവർ പോവുകയായിരുന്നു. എന്തായാലും വർഷങ്ങൾ നീണ്ട ഒരു നിയമ പോരാട്ടമാണ്. ആണ് ഇപ്പോൾ ഈ രീതിയിൽ ഒരു സംഘർഷ സാഹചര്യത്തിൽ നീങ്ങുകയും ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാവുകയൊക്കെ ചെയ്തു. ഇനി സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള തീരുമാനം എന്താകും എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ കാണേണ്ടത്. എന്തായാലും ഒരു ഏകപക്ഷീയമായ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. എന്തായാലും പ്രദേശവാസികളുടെ വലിയ നിലവിളികളും കരച്ചിലുകളും ഒക്കെ സർക്കാർ കണ്ടിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. എന്തായാലും പോലീസ് ആ നടപടിയിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു. ശരി, ഇപ്പോൾ ശക്തമായ പ്രതിഷേധം നടത്തിയ ഈ നമ്മുടെ ഉന്നതിയിലെ കുടുംബങ്ങൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? CPM-ന്റെ പിന്തുണയോടുകൂടി തന്നെയായിരുന്നു ഇവർ തുടക്കം മുതലേ തന്നെ പ്രതിഷേധവും ഒക്കെ സമരവും ഒക്കെ നടത്തിയിരുന്നത്. ഒരു അനിശ്ചിതകാല സമരം വരെ ഇവർ അവിടെ നടത്തുകയും ചെയ്തിരുന്നു. ഈ പ്രദേശവാസികൾ എല്ലാവരും ചേർന്ന് CPM-ന്റെ പിന്തുണയോടെയായിരുന്നു പ്രതിഷേധം നടത്തുകയും ചെയ്തിരുന്നത്. പക്ഷേ ഇന്നും CPM-ന്റെ പിന്തുണ തന്നെയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ അഭിഭാഷക കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നിർദ്ദേശം പോലീസിന് ലഭിക്കുകയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ക്രമസമാധാന പ്രശ്നമായി ഇത് കാണുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് നിലവിലൊരു ജലപീരങ്കി പ്രയോഗിക്കുകയും പിന്നീട് ഒരു ബലപ്രയോഗത്തിലൂടെ വീട്ടിലേക്ക് കയറാനുള്ള ശ്രമം നടത്തുകയൊക്കെ ചെയ്തത്. പക്ഷേ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ വലിയ രീതിയിൽ ആശങ്കയിലാവുകയും അവരെ ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇത് പോലീസിന്റെ നടപടി മാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിൽ ആഭ്യന്തര മന്ത്രി ഈ വിഷയത്തിൽ എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു മറുപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം സ്ത്രീകളടക്കമുള്ള കുട്ടികളടക്കമുള്ളവരെ വലിയ രീതിയിൽ ഭീതിപ്പെടുത്തുന്ന രീതിയിലേക്ക് ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്നത്തെ സംഘർഷം പോയത്. അതും അപ്രതീക്ഷിതമായ ഒരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ശരി, പ്രതിഷേധത്തിനിടെ പലർക്കും പരിക്കേറ്റിരുന്നു എന്ന വിവരം ലഭിച്ചിരുന്നു. ചിലർ കുഴഞ്ഞു വീണു എന്ന് പോലും നമ്മൾ വാർത്തയെ അറിയിച്ചിരുന്നു. അവരുടെയൊക്കെ ആരോഗ്യനില എങ്ങനെയുണ്ട്? ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷമായിരിക്കും ഇവരുടെ ആരോഗ്യ വിവരങ്ങൾ സംബന്ധിച്ച് ആശുപത്രി അധികൃതർ പറയുക. എന്തായാലും ഏതാനും പേർ ഇവിടെ കുഴഞ്ഞു വീഴുകയും അതേ തുടർന്ന് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇത് കൂടാതെ തന്നെ പോലീസുമായുള്ള ഏറ്റുമുട്ടലിനിടെ പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. ആ രീതിയിലും പലരും ആശുപത്രിയിലേക്ക് ചികിത്സാർത്ഥമായി മാറിയിട്ടുണ്ട്. പ്രായമായവരും സ്ത്രീകളുമാണ് പ്രധാനമായി സമരരംഗത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും തന്നെ പരിക്ക് ഏറ്റിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും തന്നെ വലിയ രീതിയിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ശരി, ഇനി പ്രതിഷേധത്തിന്റെയും സംഘർഷത്തിന്റെയും ദൃശ്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി കാണാം. സൈഫുനിസ തന്നെ ചേരുന്നുണ്ട് വീണ്ടും വിവരങ്ങളുമായി. സൈഫുനിസ, കുടിയൊഴിപ്പിക്കൽ നടപടിക്ക് ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടലിന് ശേഷം കുടിയൊഴിപ്പിക്കൽ നടപടിയായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. എറണാകുളം കിഴക്കമ്പലം പാരിയത്ത് കാവിൽ പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നടപടികളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടലിന് ശേഷം താൽക്കാലികമായെങ്കിലും കുടിയൊഴിപ്പിക്കൽ നടപടി നിർത്തിവെച്ചിരിക്കുകയാണ്. പോലീസ്, വാഹനങ്ങൾ, അഭിഭാഷക സംഘവും എല്ലാം പിൻവാങ്ങിയിട്ടുണ്ട്. ശക്തമായ പ്രതിഷേധമാണ് ഉന്നതിയിലെ കുടുംബങ്ങൾ അവിടെ നടത്തിയിരുന്നത്. പലരും ദേഹത്ത് പെട്രോൾ ഉൾപ്പെടെ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുമെന്ന ഭീഷണി വരെ മുഴക്കിയിരുന്നു.
സ്ത്രീകളുടെയും കുട്ടികളുടെയും അടക്കം കരച്ചിലുകളും നിലവിളികളും അവിടെ ആരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ 15ാമത്തെ തവണയാണ് കുടിയൊഴിപ്പിക്കൽ നടപടിയുമായി പോലീസ് സംഘം അവിടെ എത്തുന്നത്. ഒരു സ്വകാര്യ വ്യക്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ച ഉത്തരവിനെ തുടർന്നാണ് ഇപ്പോൾ പാരിയത്തുകാവിൽ കുടിയൊഴിപ്പിക്കൽ നടപടി നടന്നത്. അബ്ദുൾ റഹീം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അബ്ദുൾ, ഇപ്പോൾ പോലീസ് അവിടെ നിന്ന് പിന്മാറിയിട്ടുണ്ട് എങ്കിൽ പോലും പ്രതിഷേധ സ്ഥലത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സരിക, നിലവിൽ സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് പിന്മാറിയിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഇടപെടലിനെ തുടർന്നാണ് നിലവിൽ സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് പിന്മാറിയിട്ടുള്ളത്. പ്രധാനമായും ഈ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം, ഈ സാഹചര്യത്തിൽ തങ്ങളെ കുടിയിറക്കി വിട്ടാൽ തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ തങ്ങൾക്ക് കയറി കിടക്കാൻ മറ്റൊരു ഇടമില്ല. സ്വാഭാവികമായും തങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതായത് സ്വന്തം വീടോ കാര്യങ്ങളോ മറ്റൊന്നുമില്ല. അതുകൊണ്ട് തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. ആ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് സാവകാശം ആവശ്യമുണ്ട്. നിലവിൽ നമുക്കറിയാം, പുതിയ സർക്കാർ അധികാരത്തിലേക്ക് എത്തിയതേ ഉള്ളൂ. സർക്കാരുമായി സംസാരിക്കേണ്ടതുണ്ട്. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് ഇത്തരത്തിൽ ഇവർ വീട് കെട്ടി താമസിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും. അതായത് ഇവർ അവിടുന്ന് മാറണം എന്ന് പറയുന്നൊരു കാര്യം. കാരണം അദ്ദേഹം കോടതിയിൽ പോവുകയും കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു ഉത്തരവ് നേടുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ആ ഭൂമിയിൽ താമസിക്കുന്ന ആളുകളെ ഒഴിപ്പിക്കാനായി പോലീസ് എത്തിയത്. നേരത്തെയും പലതവണ ഇവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും ഇവരവിടെ നിന്ന് മാറാൻ തയ്യാറായിരുന്നില്ല. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ സർക്കാരുമായി സംസാരിച്ച് തങ്ങൾക്ക് ഒരു സ്ഥലം വേണം, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിച്ചതിന് ശേഷം തങ്ങൾ ഇവിടെ നിന്ന് മാറുന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം എന്നുള്ളതായിരുന്നു പ്രതിഷേധക്കാർ അറിയിച്ചത്. പക്ഷേ അതിനു മുൻപ് തന്നെ പോലീസും ഉദ്യോഗസ്ഥരും എത്തി ഇവരെ ഇവിടെ നിന്ന് മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ രീതിയിൽ തന്നെയുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ചില ആളുകളെയൊക്കെ, അതായത് ഈ പ്രതിഷേധക്കാർ ഉൾപ്പെടെയുള്ള ആളുകളെ പോലീസ് മർദ്ദിക്കുന്ന സാഹചര്യത്തിലൊക്കെ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. പിന്നീട് അവിടെ നിന്ന് പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി ഉൾപ്പെടെ പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തരമന്ത്രിയുടെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. നിലവിൽ പോലീസ് സംഭവ സ്ഥലത്ത് നിന്ന് പിന്മാറുകയാണ്. അവിടെ നിരവധി ആളുകൾക്ക് ഈ സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അവർ ആശുപത്രിയിലേക്ക് മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നിലവിൽ കുറച്ച് ആളുകളെയൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും സ്ഥലം MLA ഇപ്പോൾ VP സജീന്ദ്രനാണ്. അദ്ദേഹവുമായി സംസാരിക്കേണ്ടതുണ്ട്. കൂടാതെ സർക്കാരുമായി സംസാരിക്കേണ്ടതുണ്ട്. തങ്ങളുടെ സുരക്ഷ ഏത് രീതിയിൽ ഉറപ്പാക്കണമെന്ന കാര്യത്തിനെ കുറിച്ചൊക്കെ വ്യക്തത വരുത്തിയതിനു ശേഷമായിരിക്കും അവിടെ നിന്ന് മാറുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് തങ്ങൾ നീങ്ങുക എന്നുള്ളതാണ് പ്രതിഷേധക്കാർ അറിയിക്കുന്നത്. ഏതായാലും സംഭവ സ്ഥലത്ത് വലിയ രീതിയിൽ തന്നെയുള്ള സംഘർഷാവസ്ഥയാണ് അല്പസമയം മുമ്പ് വരെ നിലനിന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ സംഘർഷത്തിന് നേരിയൊരു അയവ് വന്നിട്ടുണ്ട്. കാരണം പോലീസ് സംഭവ സ്ഥലത്ത് നിന്ന് പിന്മാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘർഷത്തിന് നേരിയൊരു അയവ് വന്നിട്ടുള്ളത്. ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടൽ ആ വിഷയത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള നടപടി ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഏതായാലും പ്രതിഷേധക്കാർ ആ സ്ഥലത്ത് തന്നെ തുടരുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ എത്തിയ ഉദ്യോഗസ്ഥരുണ്ട്, റവന്യൂ ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകളുണ്ട്. അവരിപ്പോഴും അവിടെ തന്നെ തുടരുകയാണ്. ഇനിയിപ്പോ തുടർ നടപടികൾ ഏത് രീതിയിലാകും എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കിക്കാണേണ്ടത്. ഏതായാലും സംഭവ സ്ഥലത്ത് നിലവിൽ സംഘർഷാവസ്ഥയ്ക്ക് നേരിയൊരു അയവ് വന്നിട്ടുണ്ട്. സരിക, ശരി, അഭിഭാഷക കമ്മീഷൻ ഇനി എന്ത് തുടർ നടപടിയായിരിക്കും റഹീം സ്വീകരിക്കുക? ഇനിയിപ്പോൾ ആ വിഷയത്തിൽ അത് തന്നെയാണ് നമുക്ക് ഇനിയിപ്പോ സ്വാഭാവികമായും കോടതിയിൽ നിന്ന് അനുകൂലമായൊരു ഉത്തരവ് ഈ പറയുന്ന സ്വകാര്യ വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഏത് രീതിയിലുള്ള നടപടികളാകും ഉണ്ടാവുക. പ്രധാനമായും ഈ ആളുകളെയൊക്കെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഏതാണ്ട് കുറച്ചധികം കുടുംബങ്ങൾ അവിടെ ഉണ്ടാവുന്നതിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ അവരുടെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് അല്ലെങ്കിൽ സുരക്ഷിതമായ ഒരു ഇടത്തേക്ക് അവരെ മാറ്റി പാർപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഏത് രീതിയിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കിക്കാണേണ്ടത്. അതായത് ഇനിയിപ്പോൾ സർക്കാർ അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ട സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഇവരെ സുരക്ഷിതമായ ഒരിടത്തേക്കൊക്കെ മാറ്റുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമോ, അതിനുശേഷമായിരിക്കുമോ ഇത്തരത്തിൽ കോടതി വിധി നടപ്പിലാക്കുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾക്കിനി അറിയേണ്ടത്. ഏതായാലും അതിൽ ഇനിയിപ്പോ മന്ത്രിതല ഒരു ഇടപെടൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമാവും ഏത് രീതിയിലായിരിക്കും ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധക്കാരെ അവിടെ നിന്ന് സമാധാനപരമായി അവരെ മാറ്റാനുള്ള നടപടികൾ ഏത് രീതിയിലായിരിക്കും ഈ കൈക്കൊള്ളുക എന്നൊക്കെ നമ്മൾ ഇനി കാത്തിരുന്നതിനെ കാണേണ്ടതാണ്. ശരി റഹീം. എറണാകുളം പാരിയത്തുകാവിൽ കുടിയൊഴിപ്പിക്കൽ നടപടികൾ പുരോഗമിക്കുകയായിരുന്നു. ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടലിന് ശേഷം പോലീസ് അവിടെ നിന്നും പിൻവാങ്ങിയിട്ടുണ്ട്. സംഘർഷാവസ്ഥയിൽ നേരിയ കുറവ് വന്നിട്ടുണ്ട്. എന്തായാലും അവരുടെ പുനരധിവാസത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ഇനി വരുന്ന മണിക്കൂറുകളിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി മറ്റൊരു വാർത്തയിലേക്ക്